നമസ്കാരം. കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ ലീഡറുടെ മകൾ പത്മജ വേണുഗോപാലിന്റെ രാഷ്ട്രീയ ഭാവി തുലാസിൽ ഏറെ പ്രതീക്ഷകളോടെ സ്വന്തം തട്ടകമായ തൃശൂരിൽ NDA സ്ഥാനാർത്ഥിയായ പത്മജയുടെ പരാജയം ബി ജെ പി ദേശീയ നേതൃത്വത്തെ വരെ നിരാശരാക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് വേളയിൽ പ്രധാനമന്ത്രി തൃശൂരിൽ വന്നപ്പോൾ പ്രധാനമന്ത്രി മോദിക്കൊപ്പം തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ചത് പത്മജയായിരുന്നു. ലീഡറുടെ മകൾക്ക് ബി ജെ പി ദേശീയ നേതൃത്വം നൽകുന്ന പ്രാധാന്യം ഇതിൽ നിന്നും വളരെ വ്യക്തമായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ 40,000-ലേറെ വോട്ടുകൾ പ്രതീക്ഷിച്ചപ്പോൾ പത്മജയ്ക്ക് 28,662 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. പ്രതീക്ഷിച്ചതിനേക്കാൾ 15,000 വോട്ടുകളാണ് കുറഞ്ഞത്. ത്രികോണ പോരിനൊടുവിൽ 26,803 വോട്ടിന്റെ മികച്ച ഭൂരിപക്ഷത്തിലാണ് UDFന്റെ രാജൻ പല്ലൻ വിജയിച്ചത്. CPIയുടെ ആലങ്കോട് ലീലാകൃഷ്ണനാണ് മണ്ഡലത്തിൽ രണ്ടാമതെത്തിയത്. 33,487 വോട്ടുകളാണ് ആലങ്കോട് നേടിയത്. പ്രതീക്ഷിച്ച വോട്ടുകൾ ലഭിച്ചിരുന്നെങ്കിൽ പത്മജ ഇവിടെ രണ്ടാം സ്ഥാനത്തെങ്കിലും വരുമായിരുന്നു. സ്വന്തം തട്ടകത്തിലെ ദയനീയ തോൽവി പത്മജയെയും ഞെട്ടിച്ചിട്ടുണ്ട്. തൃശൂരിൽ മത്സരിച്ചപ്പോഴൊന്നും പത്മജയ്ക്ക് ജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. 2004 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുകുന്ദപുരത്ത് മത്സരിച്ച പത്മജ വേണുഗോപാൽ ലോനപ്പൻ നമ്പാടിനോട് ലക്ഷത്തിലേറെ വോട്ടുകൾക്കാണ് തോറ്റത്. 2016-ലും 2021-ലും തൃശൂർ അസംബ്ലി മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പത്മജ പരാജയപ്പെട്ടിരുന്നു. അതേസമയം ചരിത്രം വീണ്ടും ആവർത്തിക്കപ്പെടുകയും ചെയ്തു. കോൺഗ്രസിൽ ചുമതലകൾ ഉള്ളപ്പോൾ വർഷങ്ങളായി തൃശൂർ ജില്ലയുടെ ചുമതലയാണ് പത്മജ വഹിച്ചത്. അതുകൊണ്ട് തന്നെ തൃശൂർ പത്മജയ്ക്ക് ചിരപരിചിതമാണ്. എന്നിട്ടും ഇതൊന്നും വോട്ടായി മാറ്റാൻ പത്മജയ്ക്ക് കഴിഞ്ഞില്ല. അതേസമയം സഹോദരൻ K മുരളീധരൻ വട്ടിയൂർക്കാവിൽ ഉജ്ജ്വല വിജയം നേടുകയും ചെയ്തു. മുരളീധരനെതിരെ പത്മജയെ വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കാൻ നീക്കമുണ്ടായിരുന്നു. എന്നാൽ സഹോദരനെതിരെ മത്സരത്തിനില്ലെന്നും മത്സരിക്കുക തൃശൂരിൽ മാത്രമാണെന്നും പത്മജ നിലപാടെടുത്തതോടെയാണ് ദേശീയ നേതൃത്വം പത്മജയെ തൃശൂരിൽ മത്സരിപ്പിച്ചത്. നിരാശ നിറഞ്ഞ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താവും BJPയിൽ പത്മജയുടെ രാഷ്ട്രീയ ഭാവി എന്നതിൽ തീർച്ചയില്ല. ദേശീയ നേതൃത്വം എടുക്കുന്ന തീരുമാനം തന്നെയാകും പത്മജയുടെ കാര്യത്തിൽ നിർണായകമാവുക. ഗവർണർ സ്ഥാനത്തേക്ക് BJP ദേശീയ നേതൃത്വം പത്മജയെ പരിഗണിക്കുന്നെന്ന് പലതവണ വാർത്ത വന്നിരുന്നു. ഇനി എന്താകും പത്മജയുടെ ഭാവി എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്.